ഹലോ ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു ദ ചാനൽ. പാമ്പുകളെ നിങ്ങൾ തീർച്ചയായും കണ്ടു കാണും. നമ്മുടെ ഈ ഒരു ലോകത്ത് 3000 സ്പീഷ്യസിന് മുകളിൽ പാമ്പുകളുണ്ട്. എന്നാൽ അവയിൽ വളരെ ചുരുങ്ങിയ ചില പാമ്പുകൾക്ക് മാത്രമേ വിഷമുള്ളൂ. എന്നാൽ നിമിഷ നേരം കൊണ്ട് മനുഷ്യരെ വരെ വിഴുങ്ങാൻ സാധിക്കുന്ന ചില പാമ്പുകളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പുകളാണ് റെട്ടിക്കുലേറ്റഡ് പൈത്തണുകളും അതുപോലെ തന്നെ അനാക്കോണ്ടകളും. എന്നാൽ ഇവരിൽ തന്നെ ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ട അല്ലെങ്കിൽ ക്യാമറയിൽ പതിഞ്ഞ ഏറ്റവും വലിപ്പം കൂടിയ പാമ്പുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സോ വീഡിയോ നിങ്ങൾ മാക്സിമം അവസാനം വരെ കാണുക. ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് സീ ദ ഇൻട്രോ ആൻഡ് ഗോ ടു ദ വീഡിയോ. നമ്പർ 10, സ്നേക്ക് പിക്കപ്പ് ബൈ ക്രെയിൻ. പാമ്പുകളെ കണ്ടാൽ ആരായാലും പേടിച്ചു പോകും. നമ്മുടെ ജോലി സ്ഥലത്ത് ഒരു യമണ്ടൻ പാമ്പിനെ കണ്ടാൽ നമുക്ക് ജോലി നിർത്തേണ്ടതായിട്ട് വരും. എന്നാൽ ഒരിക്കൽ ഒരു കൂട്ടം കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് അവരുടെ ജോലി ആവശ്യത്തിനായി ഒരു സ്ഥലം സന്ദർശിച്ചപ്പോൾ അവിടെ ഒരു വലിയ പാമ്പുണ്ടായിരുന്നു. ഒരു തരത്തിലും ഈ ഒരു പാമ്പിനെ നേരിടാൻ അവരെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഈ ഒരു പാമ്പിനെ അവിടെ നിന്ന് മാറ്റാൻ അവർ ഒരു വഴി കണ്ടെത്തി. അതെ, ഒരു ക്രെയിൻ ഉപയോഗിച്ച് പാമ്പിനെ മാറ്റുക. ഇങ്ങനെ ക്രെയിൻ വന്ന് പാമ്പിനെ ഉയർത്തിയപ്പോൾ അവർക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അത്രത്തോളം വലുപ്പം ആ ഒരു പാമ്പിനുണ്ടായിരുന്നു. നമ്പർ 9, ഹഫി ദ സ്നേക്ക് സില്ല. ഫ്ലഫി എന്ന പാമ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത്യാവശ്യം പോപ്പുലറായ ഒരു പാമ്പാണ് ഫ്ലഫി. കൊളംബിയയിലെ ഒരു സൂവിലാണ് ഈ ഒരു പാമ്പ് ജീവിച്ചിരുന്നത്. ഇതിന്റെ വലിപ്പം കണ്ടാൽ കണ്ടവന്റെ കിളി പോവും. മറ്റു റെട്ടിക്കുലേറ്റഡ് പൈത്തണുകളെ പോലെ ഇവയും 22.8 ഫീറ്റ് നീളം വരാറുണ്ടായിരുന്നു. ഈ ഒരു പാമ്പിനെ കുറിച്ച് പല ഡോക്യുമെന്റ്സും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അത് പൂർത്തിയാകുമ്പോഴേക്കും ഇത് മരണപ്പെട്ടു. ഏകദേശം 18 വർഷത്തോളം ഈ ഒരു പാമ്പ് ജീവിച്ചു. ഇതിന്റെ വലിപ്പം കൊണ്ട് തന്നെയാണ് ഈ ഒരു പാമ്പ് ഇത്രയും ഫേമസ് ആയി മാറിയത്. നമ്പർ 8, ടൈറ്റാനബോവ ഇൻ ദ ലേക്ക്. മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഭീമനായ പാമ്പുകളാണ് ടൈറ്റാനബോവകൾ. ഇന്നത്തെ ആനക്കോണ്ടയേക്കാൾ 3 ഇരട്ടി വലിപ്പം ഇതിനുണ്ടായിരുന്നു. ഇന്ന് ടൈറ്റാനബോവകളില്ല. എന്നാൽ അവർ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവായിട്ടാണ് ഈ ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ബ്രസീലിലെ ഒരു തടാകത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ ഒരു പാമ്പിനെ കാണുന്നത്. കണ്ടപ്പോൾ തന്നെ അവർ അത് ടൈറ്റാനബോവയാണെന്ന് പറഞ്ഞു. കാരണം അതിനു മുമ്പ് ഈ ഒരു പ്രദേശത്ത് ഇത്ര വലിപ്പമുള്ള ഒരു പാമ്പിനെ അവർ കണ്ടിട്ടില്ലായിരുന്നു. ഏകദേശം 26 ഫീറ്റിന് മുകളിൽ വലിപ്പം അതിനുണ്ടായിരുന്നു. എന്നാൽ ഇത് ടൈറ്റാനബോവയാണെന്നതിന് തെളിവൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. നമ്പർ 7, അനാക്കോണ്ട ഫൈറ്റ്സ് മാൻ. ഒരു വലിയ പാമ്പിനെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെ വെറുതെ വിട്ടാലും മതി. പൊതുവെ ആനക്കോണ്ട പോലെയുള്ള പാമ്പുകൾ മനുഷ്യരെ ഉപദ്രവിക്കാറില്ലെങ്കിലും ഉപദ്രവിക്കുന്ന സാഹചര്യവും വരാറുണ്ട്. ഒരിക്കൽ ഒരു ഫിഷർമാൻ ബ്രസീലിലെ തടാകത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് അയാൾ വെള്ളത്തിൽ അതിഭീമനായ ഒരു ആനാക്കോണ്ടയെ കാണുന്നത്. ഉടൻ തന്നെ അവർ അതിനെ പിന്തുടരാൻ ശ്രമിച്ചപ്പോൾ അത് അവരെ ആക്രമിച്ചു. എന്തായാലും ഇതിനെ അങ്ങോട്ട് ആക്രമിച്ചത് കാരണമാണ് അനാക്കോണ്ട ഇങ്ങോട്ട് ആക്രമിച്ചത്. ഈ ഒരു സംഭവത്തിന്റെ പേരിൽ ഫിഷർമാന് കടുത്ത പിഴയും ഗവൺമെന്റ് ഈടാക്കിയിരുന്നു. നമ്പർ 6, ജയന്റ് ആനക്കോണ്ട ഇൻ ആമസോൺ. ആമസോൺ മഴക്കാടിലാണ് പ്രധാനമായും ആനക്കോണ്ടയുടെ താവളമുള്ളത്. അനാക്കോണ്ടയെ കൂടാതെ നിരവധി ജീവികൾ വേറെയും അവിടെ വസിക്കുന്നുണ്ട്. വലുപ്പത്തിൽ രണ്ടാമനായ എന്നാൽ ഭാരത്തിൽ ഒന്നാമനായ ആനക്കോണ്ടകൾക്ക് 500 കിലോ വരെ തൂക്കം വരാറുണ്ട്. ചതുപ്പ് നിലങ്ങളിലും വെള്ളത്തിലുമാണ് ഇവയുടെ സാന്നിധ്യം ഉണ്ടാവുക. വെള്ളത്തിന്റെ അടിയിൽ വെച്ചാണ് ഇവ പ്രധാനമായും വേട്ടയാടാറുള്ളത്. എന്നാൽ തല മാത്രം വെള്ളത്തിന് മുകളിൽ പിടിച്ചും ഇവ ആക്രമിക്കും. കരയിലുള്ളതിനേക്കാൾ ഇരട്ടി സ്പീഡാണ് വെള്ളത്തിൽ ഇവക്കുണ്ടാവുക. മണിക്കൂറിൽ 10 കിലോമീറ്ററാണ് വെള്ളത്തിൽ ഇവരുടെ വേഗത. ഇത്തരത്തിൽ പല അനാക്കോണ്ടകളുടെ വീഡിയോകളും ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. നമ്പർ 5, റെട്ടിക്കുലേറ്റഡ് പൈത്തൺ ഇൻ നാപ്സു. ധാരാളം പാമ്പുകൾ വസിക്കുന്ന ഒരു സ്ഥലമാണ് സൗത്ത് ആഫ്രിക്ക. ചില സമയത്ത് ഇവക്ക് വിശ്രമിക്കാൻ ഇവർ ചില സ്ഥലവും തിരഞ്ഞെടുക്കാറുണ്ട്. എന്നാൽ അത് ചിലപ്പോൾ മനുഷ്യവാസമുള്ള സ്ഥലമായിരിക്കും. ഒരിക്കൽ ഒരു ഫാമിലി ഒരു പാർക്കിലേക്ക് യാത്ര പോവുകയായിരുന്നു. അപ്പോഴാണ് അവരുടെ കാറിന്റെ എഞ്ചിന്റെ ഉള്ളിൽ 12 അടി വലിപ്പമുള്ള ഒരു പെരുമ്പാമ്പിനെ അവർ കാണുന്നത്. ആ പാവം പാമ്പ് ഒന്ന് കൂളാവാൻ വേണ്ടി വിശ്രമിക്കാൻ കയറിയിരുന്നതായിരിക്കും. എന്തായാലും പെട്ടെന്ന് തങ്ങളുടെ കാറിൽ പാമ്പിനെ കണ്ടാൽ ആരായാലും പേടിക്കില്ലേ? ഞാനൊക്കെ ആണെങ്കിൽ കാറും വേണ്ടെന്ന് പറഞ്ഞ് ഓടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പാമ്പ് തനിയെ ഇറങ്ങിപ്പോയി. ഉറങ്ങാനും സമ്മതിക്കില്ല എന്ന് വിചാരിച്ചാണ്. നമ്പർ 4, ഹ്യൂജ് അനാക്കോണ്ട ഓൺ ദ റോഡ്. വെള്ളത്തിലും മരത്തിലും പാമ്പുകളെ കാണുന്നത് അത്ര റയറായ കാര്യമല്ല. എന്നാൽ റോട്ടിൽ കാണുന്നതൊക്കെ അപൂർവമാണ്. ബ്രസീലിലെ പോർട്ടുവെൽഹോയിലെ ഒരു കോമൺ റോട്ടിലൂടെ പാസ് ചെയ്യുകയായിരുന്നു ഈ ഒരു അനാക്കോണ്ട. അങ്ങനെ അതിലൂടെ യാത്ര ചെയ്യുന്നവരിൽ ഒരാൾ ഇതിൻ്റെ വീഡിയോ പകർത്തി.
13 ഫീറ്റ് നീളവും 65 കിലോ ഭാരവും ഇതിനുണ്ടായിരുന്നു. പ്രധാനമായും കാട്ടിൽ കഴിയുന്ന ഇവർ നാട്ടിൽ ഇറങ്ങുന്നതൊക്കെ വളരെ റെയറാണ്. ചിലപ്പോൾ വല്ല ട്രാവൽ വ്ളോഗറായ ആനക്കോണ്ടയായിരിക്കും. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ആനക്കോണ്ട. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എന്തായാലും ഇത് കാരണം ആർക്കും അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. നമ്പർ 3, ജയന്റ് കോക്കനട്ട് ഈറ്റിംഗ് സ്നേക്ക്. പൊതുവെയുള്ള ഒരുവിധം പാമ്പുകളെല്ലാം മരം കയറാൻ കഴിവുള്ളവരാണ്. എന്നാൽ നല്ല രീതിയിൽ വലിപ്പമുള്ള അനാക്കോണ്ടകളും പൈത്തണുകളും അവരുടെ ഭാരം കാരണം അതിന് ശ്രമിക്കാറില്ല. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പാമ്പ് അനാക്കോണ്ടയാണോ പൈത്തണാണോ എന്ന് അറിയില്ല. 2 അഭിപ്രായവും വരുന്നുണ്ട്. എന്നാൽ അത് രണ്ടുമല്ല, ജയന്റ് ബ്രൗൺ ട്രീ സ്നേക്ക് ആണ്. എത്ര വലിപ്പമുണ്ടെങ്കിലും മരത്തിൽ കയറാൻ ഈ ഒരു പാമ്പുകൾക്ക് പ്രത്യേക വൈഭവമാണ്. കാരണം അത്രയും മസ്കുലർ പവർ ആണ് ഇവരുടെ പ്രത്യേകത. മറ്റ് യമണ്ടൻ പാമ്പുകളെ പോലെ ഇവയും വിഷമുള്ള പാമ്പുകളല്ല. പക്ഷെ കണ്ടാൽ ആരായാലും പേടിച്ചു പോകും. പിന്നെ എന്നെപ്പോലുള്ള ധൈര്യമുള്ള ആൾക്കാർക്കൊന്നും സീനില്ല. നമ്പർ 2, ഐവറി റെട്ടിക്കുലേറ്റഡ് പൈത്തൺ. ഇതുവരെ നമ്മൾ കണ്ടവരൊക്കെ കറുത്ത നിറത്തിലുള്ള ഭയപ്പെടുത്തുന്ന പാമ്പുകളാണ്. ഇനി നമ്മൾ പറയുന്നത് ഒരു സുന്ദരകുട്ടപ്പൻ പാമ്പിനെ കുറിച്ചാണ്. കറുത്ത നിറം എന്ന് പറഞ്ഞതിന് എന്നെ റേസിസ്റ്റ് ഒന്നും ആക്കല്ലേ. പണ്ട് മത്സ്യകന്യകൻ എന്ന് പറയാത്തത് കൊണ്ട് എന്നെ ഫെമിനിസ്റ്റ് ആക്കിയ ടീം വരെ ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ. എന്തായാലും നമുക്ക് പാമ്പിനെ കുറിച്ച് നോക്കാം. വെളുത്ത നിറത്തിലുള്ള ഐവറി റെട്ടിക്കുലേറ്റഡ് പൈത്തണുകൾക്ക് നല്ല നീളം വരാറുണ്ട്. വളരെ അഗ്രസീവായി ഇവ പലരെയും ആക്രമിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇവരെ വളർത്താൻ പ്രത്യേക കെയർ ടേക്കറുകളുമുണ്ട്. എന്തിന് ഇതിൻ്റെ ചില സ്പീഷീസുകൾക്ക് മനുഷ്യരെ ഒന്നാകെ വിഴുങ്ങാൻ വരെ സാധിക്കും. അതുകൊണ്ട് വളരെ ധൈര്യമുള്ളവർ മാത്രമാണ് ഇതിനെ വളർത്താറുള്ളത്. 16 ഫീറ്റ് വരെ വലിപ്പം ഇവക്ക് വരാറുണ്ട്. നമ്പർ 1, മെഡൂസ. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പാണ് മെഡൂസ. ഇതിന് തന്നെയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡും ഉള്ളത്. 25 ഫീറ്റ് നീളമാണ് ഇതിനുള്ളത്. 8 വയസ്സുകാരനായ ഈ ഒരു പാമ്പിന് 350 കിലോയിൽ കൂടുതൽ തൂക്കവുമുണ്ട്. ലക്ഷറി ലൈഫാണ് ഈ ഒരു പാമ്പിന് ലഭിക്കുന്നത്. വിശക്കുമ്പോഴെല്ലാം മുയലിനെ കഴിക്കാൻ ലഭിക്കും. ഇടയ്ക്ക് മാനിനെയും ലഭിക്കും. കാൻസാസ് സിറ്റിയിലെ മൂൺ പ്രൊഡക്റ്റേഴ്സ് ആണ് ഇതിന്റെ ഉടമസ്ഥർ. എഡ്ജ് ഓഫ് എൽ എന്ന സ്ഥാപനത്തിന് മുന്നിൽ ഇതിനെ പ്രദർശിപ്പിക്കാറുമുണ്ട്. മാത്രമല്ല ഇതിന്റെ ആരോഗ്യം നോക്കാൻ ഇടയ്ക്ക് ഡോക്ടേഴ്സും എത്താറുണ്ട്. ആണ്ടവാ, ഇതൊക്കെയാണ് ലൈഫ്. അപ്പോൾ ക്യാമറയിൽ പതിഞ്ഞ ഏറ്റവും വലിപ്പമുള്ള ചില പാമ്പുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏത് പാമ്പാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയത് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഇതുപോലെയുള്ള ടോപ്പ് 10 വീഡിയോസും നിങ്ങൾക്ക് താഴെ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോയും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലും മികച്ചൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യട്ടാ, സബ്സ്ക്രൈബ്.